ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ് ആൻഡ് മിസ് ആണ്. അപ്പൊ നമുക്ക് ബേസിക് ആയിട്ട് കുറച്ച് EVS പഠിക്കാം. അപ്പൊ എല്ലാവർക്കും നമ്മുടെ 4ാം ക്ലാസ്സിലെ എല്ലാ മക്കൾക്കും മിസ്സിന്റെ വക ഒരു ബിഗ് ഹാപ്പി ന്യൂ ഇയർ. ഇനി വരാൻ പോകുന്ന നമ്മുടെ 2025 നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു വർഷമാവട്ടെ എന്ന് ആശംസിക്കുന്നു. നമുക്ക് എല്ലാവർക്കും അറിയാം, ഇനി വരാൻ പോകുന്ന ഈ ഒരു വർഷത്തിലാണ് നമുക്ക് LSS സ്കോളർഷിപ്പ് നേടിയെടുക്കണം, ആനുവൽ എക്സാം സെറ്റ് ആക്കണം. അപ്പൊ അതിനുവേണ്ടി എല്ലാം നമ്മുടെ സൈലം നിങ്ങളുടെ കൂടെ കട്ട സപ്പോർട്ട് ആയിട്ടുണ്ടാവും കേട്ടോ. അപ്പൊ ഇന്ന് മിസ് വന്നിരിക്കുന്നത് നമ്മുടെ ക്രിസ്മസ് എക്സാം ഒക്കെ കഴിഞ്ഞിട്ടുള്ള അടുത്ത ചാപ്റ്ററായി ത്രൂ ഇന്ത്യ അല്ലെങ്കിൽ ഇന്ത്യയിലൂടെ എന്ന് പറയുന്ന ചാപ്റ്ററിൽ എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾ പഠിക്കണം എന്നതിനെ പറ്റി ഒരു ചെറിയൊരു ഐഡിയ പറഞ്ഞു തരാൻ വേണ്ടിയാണ്. അപ്പൊ നമുക്കറിയാം, നമ്മുടെ ഇന്ത്യനെ പറ്റി പറയുവാണെങ്കിൽ 28 സംസ്ഥാനങ്ങളുണ്ട്, 8 യൂണിയൻ ടെറിട്ടറീസ് അല്ലെങ്കിൽ 8 കേന്ദ്രഭരണ പ്രദേശങ്ങളുണ്ട്. അപ്പൊ ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ് അല്ലെ. ഇനി ഇതിന്റെ കൂടെ തന്നെ നമ്മൾ ചില സംസ്ഥാനങ്ങൾ അല്ലെങ്കിൽ ചില സ്റ്റേറ്റുകളെ പറ്റി കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് ഈ ഒരു ചാപ്റ്റർ നമ്മൾ പഠിക്കുന്നുണ്ട്. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് നമ്മുടെ അരുണാചൽ പ്രദേശ് എന്ന് പറയുന്നത്. ഈ അരുണാചൽ പ്രദേശ് പോലെ തന്നെ നമ്മുടെ ജമ്മു കാശ്മീരിനെ പറ്റിയും ഗുജറാത്തിനെ പറ്റിയും ഒക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പൊ അരുണാചൽ പ്രദേശിനെ പറ്റി എന്തൊക്കെ കാര്യങ്ങൾ അറിയാം? ഇന്ത്യയുടെ കിഴക്കേ അറ്റത്തുള്ള സംസ്ഥാനമാണ്, ഈസ്റ്റേൺ എൻഡ് ഓഫ് ദി ഇന്ത്യയിൽ എക്സിസ്റ്റ് ചെയ്യുന്ന ഒരു സ്റ്റേറ്റ് ആണ് നമ്മുടെ അരുണാചൽ പ്രദേശ് എന്ന് പറയുന്നത്. അത് മാത്രമല്ല, രാജ്യത്തെ ഏറ്റവും വലിയ ബുദ്ധവിഹാരം ഇവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്. തലസ്ഥാനം ഏതാണ് മക്കളെ? ഇറ്റാനഗറാണ്. ഓർക്കിഡുകളുടെ പറുദീസ എന്നും ഇത് അറിയപ്പെടുന്നുണ്ട്. അതുകൂടാതെ മിഥുൻ ആണ് നമ്മുടെ അരുണാചൽ പ്രദേശിലുള്ള ആൾക്കാരുടെ പ്രിയപ്പെട്ട മൃഗം എന്ന് പറയുന്നത്. ഇനി ഭാഷയുടെ കേസിൽ പറയുവാണെങ്കിൽ വിവിധ ഭാഷകൾ സംസാരിക്കുന്നുണ്ട്. അപ്പൊ ഇതാണ് നമ്മുടെ അരുണാചൽ പ്രദേശിനെ പറ്റി നമ്മൾ ഈ ഒരു പാഠഭാഗത്ത് പഠിക്കുന്ന മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ. ഇത് കൂടാതെ ഗുജറാത്തിനെ പറ്റി പഠിക്കുന്നുണ്ട്, ജമ്മു കാശ്മീരിനെ പറ്റി പഠിക്കുന്നുണ്ട്. അതൊക്കെ നിങ്ങൾ നോട്ട് ചെയ്യുക കേട്ടോ. പിന്നെ നമ്മൾ നോക്കുന്നത് ഇന്ത്യൻ സംസ്ഥാനങ്ങളും തലസ്ഥാനങ്ങളും. നമ്മൾ പറഞ്ഞു ധാരാളം സംസ്ഥാനങ്ങൾ നമ്മുടെ ഇന്ത്യയിലുണ്ട്. ആ എല്ലാ സംസ്ഥാനങ്ങളുടെയും തലസ്ഥാനങ്ങൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ടൊന്ന് പഠിച്ചു വെക്കുക. അത് നമ്മളിങ്ങനെ ബൈഹാർട്ട് ചെയ്ത് പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. എങ്കിലും നിങ്ങൾ 2-3 എണ്ണമെങ്കിലും ഒന്ന് അറിഞ്ഞു വെക്കുന്നത് വളരെ നല്ലതായിരിക്കും കേട്ടോ. അപ്പൊ കുറച്ച് സംസ്ഥാനങ്ങളുടെയും അവയുടെ ക്യാപിറ്റൽസിന്റെയും ചിത്രങ്ങളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇതിന്റെയൊക്കെ ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ്സുകൾ നമ്മുടെ ലൈവ് ക്ലാസ്സിൽ ഉണ്ടായിരിക്കും. അതുകൂടാതെ നമ്മുടെ പ്രാണാഭാഷ ജോയിൻ ചെയ്ത മക്കൾക്ക് ഓൾറെഡി ഇതിനെ പറ്റിയൊക്കെ ഉള്ളൊരു അറിവ് കിട്ടിക്കാണും. ഇനി അത് മാത്രമല്ല, നമ്മുടെ കേന്ദ്രഭരണ പ്രദേശങ്ങളെ നോക്കുവാണെങ്കിൽ അവയുടെ തലസ്ഥാനങ്ങളും നമ്മളൊന്ന് അറിഞ്ഞു വെക്കണം. 8 കേന്ദ്രഭരണ പ്രദേശങ്ങളുണ്ട്. അതിൽ 4 എണ്ണത്തിന്റെ ക്യാപിറ്റൽസ് അല്ലെങ്കിൽ 4 എണ്ണത്തിന്റെ തലസ്ഥാനങ്ങൾ ഇവിടെ മിസ് ഇവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇത് നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് നോട്ട് ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. പിന്നെ നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കുന്നത് കലാരൂപങ്ങളാണ്. ഓരോ സംസ്ഥാനത്തും അവിടെ ഏറ്റവും കൂടുതൽ ആഡംബരമായിട്ട് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ആർഭാടകരമായിട്ട് അതിങ്ങനെ എക്സ്പീരിയൻസ് ചെയ്യുന്ന കുറച്ച് കലാരൂപങ്ങളുണ്ടാവും. ഒരു ഉദാഹരണം പറയുവാണെങ്കിൽ നമ്മുടെ തമിഴ്നാട്ടിലാണ് ഭരതനാട്യം. നമ്മുടെ കേരളത്തിലെ കലാരൂപം എന്താന്ന് ചോദിച്ചാൽ നമ്മൾ കഥകളി എന്ന് പറയത്തില്ലേ, അതുപോലെയാണ് നമ്മുടെ തമിഴ്നാട്ടിലെ ഭരതനാട്യവും ആന്ധ്രാപ്രദേശിലെ കുച്ചിപ്പുടിയും നമ്മുടെ കേരളത്തിലെ കഥകളിയും ഒക്കെ. അപ്പൊ ഈ ചിത്രങ്ങളൊക്കെ നിങ്ങൾ ഐഡന്റിഫൈ ചെയ്യുക. അതിന്റെ കൂടെ തന്നെ നമ്മുടെ നോർത്തേൺ ഇന്ത്യയിലുള്ളതാണ് കഥക് എന്ന് പറയുന്ന കലാരൂപം, ഒറീസയിലാണ് ഒഡീസി എന്ന് പറയുന്ന കലാരൂപം ഉള്ളത്, മണിപ്പൂരിലാണ് മണിപ്പൂരി എന്ന് പറയുന്ന കലാരൂപം. അപ്പൊ ഈ എല്ലാ സ്റ്റേറ്റിലെയും കലാരൂപങ്ങളെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഒരു പട്ടികയിൽ നമ്മൾ ഇനി വരും ദിവസങ്ങളിൽ നിങ്ങൾക്ക് വേണ്ടി മിസ് പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പൊ ഈ ഒരു ക്ലാസ്സിൽ മിസ് എന്താ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ ഈ ചാപ്റ്ററിൽ എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞു വെക്കണം എന്നതിന്റെ ഒരു ബേസിക് ആയിട്ടുള്ള ഒരു ഐഡിയ ആണ് മിസ് ഇവിടെ നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നത്. ഇനി ഇത് മാത്രമാണോ നമ്മൾ പഠിക്കുന്നത്? അല്ല, നമ്മുടെ നാഷണൽ സിംബൽസ് നമ്മൾ പഠിക്കുന്നുണ്ട് അല്ലെ. നമുക്കറിയാം, നമ്മുടെ നാഷണൽ ആന്തം എന്ന് പറയുന്നത് നമ്മുടെ സ്വന്തം ജനഗണമനയും അതുപോലെ തന്നെ നാഷണൽ സോങ് എന്ന് പറയുന്നത് വന്ദേ മാതരവുമാണ്. അതിന്റെ കൂടെ തന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ ത്രിവർണ പതാക, നമുക്കറിയാം സത്യമേവ ജയത, അതിന്റെ ഒക്കെ പ്രത്യേകതകൾ നമ്മൾ ഈ ഒരു യൂണിറ്റിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, ബേസിക് ആയിട്ട് അറിഞ്ഞു വെക്കുക. നമ്മുടെ LSS സ്കോളർഷിപ്പ് എക്സാമിന് നിങ്ങൾക്ക് ഈ ഒരു ചാപ്റ്ററിൽ നിന്നൊക്കെ ഇതുപോലെയുള്ള ജനറൽ നോളജിന്റെ ബേസിൽ നിന്നൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് വരുന്നതായിരിക്കും. അപ്പൊ നിങ്ങൾ ഈ ഒരു യൂണിറ്റും ഇനി വരാൻ പോകുന്ന യൂണിറ്റും ഒക്കെ സെറ്റ് ആക്കുക. അപ്പൊ അതൊക്കെ സെറ്റ് ആക്കുന്നതിന് വേണ്ടി സൈലം നിങ്ങൾക്ക് വേണ്ടി ജ്വാലാ ബാച്ചും അതുപോലെ തന്നെ പ്രാണ എംഗെയിം ബാച്ചും ആരംഭിച്ചിട്ടുണ്ട്. അതിനെ പറ്റിയൊക്കെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്നതിന് വേണ്ടി താഴെ കാണുന്ന ഫോൺ നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി. ജ്വാലാ ബാച്ചിന്റെ കേസ് പറയുവാണെങ്കിൽ തികച്ചും ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് LSS നേടിയെടുക്കുന്നതിന് വേണ്ടി സൈലത്തിന്റെ ഒരു ഗിഫ്റ്റ് ആണ്. അപ്പം അതിൽ ജോയിൻ ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ജസ്റ്റ് നമ്മുടെ ആ ഒരു പ്ലേ സ്റ്റോർ അല്ലെങ്കിൽ ആപ്പ് സ്റ്റോറിൽ പോയിട്ട് സൈലം ലേണിംഗ് എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ നമ്മുടെ സൈലം ലേണിംഗ് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ട് അതിനകത്ത് നിന്ന് ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് കയറാൻ വേണ്ടി പറ്റും. ഇനി റിവിഷൻ ക്ലാസ്സിലൂടെ ആനുവൽ എക്സാം ആണ് സെറ്റ് ആക്കേണ്ടതെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ സ്വന്തം
പ്രാണ എൻ ഗെയിം ബാച്ചിൽ ജോയിൻ ചെയ്യാം. ഡീറ്റെയിൽസിന് വേണ്ടി ഇവിടെ താഴെ കാണുന്ന ആ ഒരു സ്ക്രോളിലുള്ള ഫോൺ നമ്പറിൽ ഒന്ന് വിളിച്ചു നോക്കിയാൽ മതി കേട്ടോ. അപ്പൊ ഈ ഒരു യൂണിറ്റിൽ എന്തൊക്കെയാണ് കാര്യങ്ങൾ പഠിക്കുന്നത് എന്നതിനെ പറ്റി ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടിയില്ലേ? അപ്പൊ ഇനി വരാൻ പോകുന്ന ദിവസങ്ങളിൽ നടക്കുന്ന ലൈവ് ക്ലാസ്സുകളും കോണ്ടന്റ് വീഡിയോസും നിർബന്ധമായും കാണുക. അതിന്റെ കൂടെ തന്നെ എല്ലാ തിങ്കളാഴ്ചയും, എല്ലാ ബുധനാഴ്ചയും, എല്ലാ വെള്ളിയാഴ്ചയും കൃത്യം 7:30 എല്ലാ ടീച്ചേഴ്സും നിങ്ങളെ കാണാനായിട്ട് വരുന്നുണ്ട്. അപ്പൊ അടിപൊളിയാക്കാം, നമുക്ക് ഈ ഒരു വർഷം സെറ്റ് ആക്കാം. ഓൾ ദി വെരി ബെസ്റ്റ് ആൻഡ് താങ്ക് യു സോ മച്ച്. ബൈ.